അസ്സലാമു അലൈക്കും. ആ യശുവിന് പില്ലോ എടുത്തോ? പില്ലോ എടുത്തോണ്ടോ? ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ, അവിടെ അല്ല ഇവിടെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചാമ്പയ്ക്കൊക്കെ കായ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനിങ്ങനെ ചാമ്പയ്ക്കൊക്കെ പറിച്ച് പാത്രത്തിലാക്കി വൃത്തിയാക്കി ഉപ്പിലിട്ട് ഈ ഉപ്പിലാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനോടകം തന്നെ എല്ലാവരും അല്ല, ഞാനും സുർജിയൊക്കെ കഴിച്ച് തീർത്തു. പ്രത്യേകിച്ചും സുർജി അത് കഴിച്ച് തീർത്തു. അപ്പോൾ മാംഗോ സീസണൊക്കെ ആയത് കാരണം ഇപ്പം മാങ്ങ കിട്ടാൻ വലിയ ക്ഷാമമൊന്നുമില്ല. ഇവിടെ വാപ്പച്ചിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒത്തിരി മാങ്ങ കായ്ക്കും. അപ്പോൾ മിക്കവാറും അല്ല, ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും പുട്ടും മാങ്ങയും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഈ കോമ്പിനേഷൻ ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉമ്മാക്കും അപ്പാക്ക്, ഇപ്പോൾ പിള്ളേർക്കും ഇഷ്ടമാണ്, സുർജിക്കും ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പുട്ടും മാങ്ങയും കൊടുക്കുമ്പോൾ സുർജി ചോദിക്കുമായിരുന്നു, പുട്ടും മാങ്ങയോ, അതെന്തോ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ കഴിച്ചപ്പോൾ അതങ്ങ് ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ മാംഗോ സീസൺ മാത്രമല്ലേ ഇത്ര നല്ല മാങ്ങയൊക്കെ കിട്ടുള്ളൂ. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയൊക്കെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ പിന്നീട് മക്കൾക്കാക്കി കൊടുത്തത് ന്യൂഡിൽസാണ്. കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. അതുകൊണ്ട് അത് ഒരെണ്ണം അങ്ങനെ ഇരുന്നതുകൊണ്ട് അതും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ന്യൂഡിൽ ആക്കാമെന്ന് വിചാരിച്ചു. ന്യൂഡിൽസ് ആക്കി. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, ന്യൂഡിൽസൊക്കെ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ കൊടുക്കാമല്ലോ കടയിൽ. ന്യൂഡിൽസ് വേണോ? ഇപ്പോൾ തീർന്നല്ല, നാളെ ഉണ്ടാക്കി തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ മോനെ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. യം ഓക്കെ. ഉണ്ട്, സൂപ്പറാണ്. അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റാറില്ല എന്നല്ല, ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ റീച്ച് ആവുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ, പക്ഷെ ഉണ്ടാവാറില്ല. അത് അങ്ങനെ ഞാനിങ്ങനെ സാഡായിട്ട്, എൻ്റെ ഉമ്മച്ചി വരെ എപ്പോഴും കളിയാക്കും, നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഫോണിലിങ്ങനെ യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യാമെന്നൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ തപ്പുമ്പോൾ ഒരു കണക്ക് ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ വരും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എല്ലാം ചെയ്യാറുമുണ്ട്, എന്നിട്ട് വലിയ പുരോഗമനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നീട് ചില വീഡിയോസിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ആരും കാണാറില്ലാത്തപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം വീഡിയോസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുക്കിംഗ് മാത്രം ഇടാറില്ല, എന്തെങ്കിലുമൊക്കെ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ തമാശകളോ കളികളോ എന്തെങ്കിലുമൊക്കെ ഇടാറൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാം ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാപ്പ ഇതിനകത്ത് കേൾക്കൂല, പാപ്പ വീഡിയോക്കകത്തല്ലേ. അപ്പോൾ അതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിള്ളേരൊക്കെ റെഡിയാക്കിയിട്ട് പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഹൈസാനെ ഒന്ന് നോക്കാനായിട്ട് പോയതാണ് സുർജി. അപ്പോൾ മത്തങ്ങ കറി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്തങ്ങ ഒരു 1/4 ഭാഗത്തോളം മത്തങ്ങ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഇച്ചിരി പുളി പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് തക്കാളി 2 എണ്ണം, ഒരു പിടി കുഞ്ഞുള്ളി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടികളും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത്, ഇതൊക്കെ സ്ലോ പ്രോസസ്സാണ്, ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മത്തങ്ങ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് ഓഫ് ശർക്കര ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും റെഡിയായി കിട്ടും നമ്മുടെ
മത്തങ്ങ കറി നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ. ചെറിയൊരു കുഞ്ഞു മധുരം എന്ന് പറയാനില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ മത്തങ്ങ കറി റെഡി. നമ്മളങ്ങനെ പുറത്തൊക്കെ പോയി കേട്ടോ. പുറത്തൊക്കെ പോയി. സുർജീൻ്റെ ഉമ്മാൻ്റെ അപ്പൻ്റെ ഒക്കെ കൂടെയാണ് പോയത്. അപ്പോൾ എന്താണ് സന്തോഷമായിട്ടെല്ലാവരും പോയിട്ടൊക്കെ വന്നു. ആദം ഭയങ്കര അപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഗമയിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും.